പാസ്പോർട്ട് മനുഷ്യരുടെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇനി വേറിട്ടൊരു പാസ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. സൗദി അറേബ്യയാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായിട്ട് എത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ സാംസ്കാരിക അടയാളമായ ഒട്ടകങ്ങളെ ഇനി ലോകോത്തര നിലവാരത്തിൽ തിരിച്ചറിയാം. ഒട്ടകങ്ങൾക്കായി ഫോട്ടോ പതിച്ച പ്രത്യേക പാസ്പോർട്ടുകൾ അനുവദിക്കുന്ന നൂതന പദ്ധതിക്ക് സൗദി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം തുടക്കം കുറിച്ചു കഴിഞ്ഞു. സൗദി വിഷൻ 2030 ഭാഗമായി ഒട്ടക വളർത്തൽ മേഖലയെ കൂടുതൽ സ്ഥാപിതമാക്കാനും ആഗോള വിപണിയിൽ ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ പുതിയ നീക്കം. കേൾക്കുമ്പോൾ രസം തോന്നും അല്ലെ? ഇനിയിപ്പോ പാസ്പോർട്ടിലെ മനുഷ്യരുടെ ഫോട്ടോയ്ക്ക് പകരം ഒട്ടകങ്ങളുടെ കാണേണ്ടി വരുമല്ലോ. എന്തായാലും ഇങ്ങനൊരു നിർണായക തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ. മനുഷ്യരുടെ പാസ്പോർട്ടിന് സമാനമായ രീതിയിൽ ഒട്ടകത്തിന്റെ വശങ്ങളിൽ നിന്നുള്ള ഫോട്ടോകൾ ഉൾപ്പെടുത്തിയ തിരിച്ചറിയൽ രേഖയാണിത്. വെറുമൊരു തിരിച്ചറിയൽ കാർഡ് എന്നതിലുപരി ഒട്ടകത്തിന്റെ സമഗ്രമായ ഡിജിറ്റൽ ജാതകം തന്നെയാകും ഈ പാസ്പോർട്ട്. മൈക്രോചിപ്പ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, പേര്, ജനന തീയതി, ഇനം, ലിംഗം, നിറം, ജനിച്ച സ്ഥലം തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിൽ രേഖപ്പെടുത്തും. അതായത് ഒരു തട്ടിക്കൂട്ട് പാസ്പോർട്ട് അല്ല, വളരെ ആധുനികമായിട്ടും ആധികാരികമായിട്ടും ഒക്കെ ഉള്ള ഒരു പാസ്പോർട്ടാണ് സൗദി ഒട്ടകങ്ങൾക്കായിട്ട് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ചുരുക്കം. കൂടാതെ വെറ്ററിനറി ഡോക്ടറുടെ ഒപ്പും സ്റ്റാമ്പും അടങ്ങിയ വാക്സിനേഷൻ ഷെഡ്യൂളും പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തും. ഇത് ഒട്ടകങ്ങളുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നതിനും പകർച്ചവ്യാധികളെ തടയുന്നതിനും ഏറെ സഹായകമാകും. ഒട്ടകങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനും വിൽപ്പനയും ഗതാഗതവും സുതാര്യമായി നിയന്ത്രിക്കുന്നതിനും ഒക്കെ ഈ രേഖ നിർബന്ധമാക്കും. ഇതോടെ ഒട്ടകങ്ങളുടെ ഉടമസ്ഥാവകാശ തർക്കങ്ങൾ ഒഴിവാകുകയും വിപണിയിൽ ഇടപാടുകാരുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് സൗദി അറേബ്യയുടെ കണക്കുകൂട്ടൽ. ഒട്ടകങ്ങളുടെ ജനിതക ഗുണനിലവാരം വിശകലനം ചെയ്യാനും മികച്ച ഇനങ്ങളെ സംരക്ഷിക്കാനും മന്ത്രാലയത്തിന് ഇതിലൂടെ സാധിക്കും. ഒട്ടകങ്ങളെ കൃത്യമായ ഡേറ്റാബേസ് തയ്യാറാക്കുന്നതിലൂടെ രാജ്യത്തെ മൃഗസമ്പത്ത് വിതരണത്തിൽ തന്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മന്ത്രാലയം പറഞ്ഞു വെക്കുന്നത്. പ്രാദേശികവും അന്തർദേശീയവുമായ ലേലങ്ങളിൽ ഒട്ടകങ്ങളുടെ വിപണി മൂല്യം ഉയർത്താൻ ഈ പാസ്പോർട്ട് വലിയ പങ്ക് വഹിക്കും. സൗദിയിലെ ഒട്ടക വളർത്തൽ മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിലൂടെ നിർണായകമായ ചുവടുവയ്പ്പാണ് ഇപ്പോൾ സൗദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയുടെ സാംസ്കാരിക പൈതൃകവും ആധുനിക സാങ്കേതിക വിദ്യയും സമ്മേളിക്കുന്ന വിപ്ലവകരമായ ഒരു നീക്കം കൂടിയാണിത്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകങ്ങൾക്ക് ഔദ്യോഗിക പദവി നൽകുന്നതിലൂടെ ഒരു രാജ്യത്തിന്റെ ചരിത്രത്തെ ഡിജിറ്റൽ യുഗത്തിലേക്ക് സൗദി പറിച്ചു നടന്നു. വെറുമൊരു മൃഗസംരക്ഷണം എന്നതിലുപരി ഒട്ടകങ്ങളെ ഒരു ദേശീയ ആസ്തിയായി കണ്ട് അവയ്ക്ക് ആഗോള നിലവാരത്തിലുള്ള തിരിച്ചറിയൽ സംവിധാനം ഒരുക്കുന്നത് ലോകത്തെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും. സൗദിയുടെ മണലാരണ്യങ്ങളിൽ ഇനി ഓരോ ഒട്ടവും കൃത്യമായ രേഖകളുള്ള VIP-കളായി മാറുമെന്ന് ചുരുക്കം. സൗദി അറേബ്യയുടെ ഈ മാറ്റം വെറുമൊരു ഭരണപരമായ പരിഷ്കാരം മാത്രമല്ല, ഒരു സംസ്കാരത്തെ ആധുനികവൽക്കരിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ്. ഒട്ടകങ്ങൾക്ക് പാസ്പോർട്ട് നൽകുന്നതിലൂടെ മൃഗങ്ങളുടെ അവകാശങ്ങൾക്കും ആരോഗ്യത്തിനും നൽകുന്ന പ്രാധാന്യം ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെടും. വിപണിയിലെ തട്ടിപ്പുകൾ ഒഴിവാക്കാനും നിക്ഷേപകരെ ആകർഷിക്കാനും ഇത് സഹായിക്കും. വിഷൻ 2030 ലക്ഷ്യമിടുന്ന സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിൽ ഒട്ടക വളർത്തൽ മേഖല വലിയൊരു പങ്ക് വഹിക്കുമെന്ന് സൗദി പ്രതീക്ഷിക്കുന്നുണ്ട്. വരും തലമുറയ്ക്ക് ഒട്ടകങ്ങളെ ഒരു ആധുനിക വ്യവസായമായി ഏറ്റെടുക്കാൻ ഈ പാസ്പോർട്ട് സംവിധാനം വലിയ ആത്മവിശ്വാസം നൽകും. വരും വർഷങ്ങളിൽ ഒട്ടകങ്ങളുമായി ബന്ധപ്പെട്ട വിപണികൾ കൂടുതൽ സുതാര്യമാകാനും പ്രവാസികൾ അടക്കമുള്ള നിക്ഷേപകർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാനുമൊക്കെ ഈ പരിഷ്കാരം വലിയ പ്രേരണയാകും. സൗദിയിലെ സാമൂഹ്യ മാറ്റങ്ങൾ വിപ്ലവകരമാണ്. സ്ത്രീകളെ തൊഴിൽ മേഖലയിൽ സജീവമാക്കിയതും ഡ്രൈവിംഗ് അനുമതി നൽകിയതും സ്ത്രീ ശാക്തീകരണത്തിന് നാഴികക്കല്ലുകളാണ്. എന്നാൽ ആധുനികതയിലേക്ക് കുതിക്കുമ്പോഴും തങ്ങളുടെ പൈതൃകത്തെ രാജ്യം മുറുകെ പിടിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒട്ടകങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഫോട്ടോ പതിച്ച പാസ്പോർട്ട് പദ്ധതി. മരുഭൂമിയിലെ സംസ്കാരത്തിന്റെ അടയാളമായ ഒട്ടകങ്ങളെ ഡിജിറ്റൽ യുഗത്തിൽ ബ്രാൻഡ് ചെയ്യുന്നതിലൂടെ പാരമ്പര്യവും സാങ്കേതിക വിദ്യയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് സൗദി ലോകത്തിന് കാണിച്ചു തരികയാണ്. എന്തായാലും ഒട്ടകങ്ങളുടെ പാസ്പോർട്ട് പൊളിയായിരിക്കും. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തരം പാസ്പോർട്ട് നമുക്ക് ഇനി കാണാൻ പറ്റും.